നമസ്കാരം. തിരുവനന്തപുരം കാമിയോ സ്റ്റുഡിയോയിൽ നിന്നുള്ള പ്രതിവാര ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഭാഗമായി ഇന്ന് നാടകം മത്സ്യഗന്ധി, നാടകരചനയും സംവിധാനവും സജിത മഠത്തിൽ, രംഗത്ത് ശൈലജ പി അമ്പു. ഏവർക്കും നാടകത്തിലേക്ക് സ്വാഗതം. നാടകം മത്സ്യഗന്ധി. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വല്ലാത്തൊരു ശ്വാസം മുട്ടൽ. ആ ഭീകരമായ സ്വപ്നം എന്നെ കൂടുതൽ അസ്വസ്ഥയാക്കി. മുരളുന്ന കൂറ്റൻ സ്രാവിൻ്റെ ആകൃതിയിൽ കൊടിവച്ച ഒരു കപ്പൽ മുരൾച്ച ആദ്യം നെഞ്ചിനകത്തായിരുന്നു. പിന്നീട് ഒരുപാട് കപ്പലുകൾ ഒരുമിച്ച് മുരളുവാൻ തുടങ്ങി. ചെവിക്കല്ല് തകർത്തുകൊണ്ട് പേടിച്ച കുഞ്ഞു മീനുകൾ എൻ്റെ വസ്ത്രത്തിൻ്റെ അടിയിലൊളി. പെട്ടെന്ന് ആകാശത്ത് നിന്നും വലിയൊരു വല ഞങ്ങൾക്ക് മുകളിൽ വന്നു വീണു. കപ്പലിൻ്റെ ശബ്ദം അകന്നകന്നു പോയി. കടൽപ്പരപ്പിലേക്ക് ഞാൻ പതിയെ മുഖമുയർത്തി നോക്കിയപ്പോൾ ചത്തുപൊങ്ങിയ അനേകം കുഞ്ഞു മീനുകൾ എൻ്റെ കണ്ണിലും എൻ്റെ ചുണ്ടിലും ഉമ്മ വെച്ചു. മീനുകൾ ഉമ്മ വയ്ക്കുന്നു. മറ്റൊരു മുഖം കൂടി ഞാൻ കണ്ടു. അതെന്റെ അരയന്റെ മുഖമായിരുന്നു.
ഈ കടപ്പുറത്ത് എനിക്ക് എന്താ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഇതുപോലൊരു സമയത്ത്. അത് കൊള്ളാം, എൻ്റെ കെട്ടിയവൻ കടലിൽ പോകുന്നവനല്ലേ. മീൻ കാത്തിരിക്കുന്നതല്ലേ ചേച്ചി നമ്മൾ അരയത്തിമാരുടെ ജോലി. നിങ്ങൾ ആ ചെമ്മീൻ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ ചേട്ടാ, കടലിൽ പോകുന്ന മുക്കുവനെയും കാത്തിരുന്ന് അരയത്തി പാട്ട് പാടുന്നത്? അരയൻ തോണിയിൽ പോയാല് അവനെ കാവല് നീയാണ്, ഹോയ് നിന്നാണേ എന്നാണേ അരയൻ അല്ലേലിക്കര കാണൂല. കടലിൽ പോയ അരയനെ കടലമ്മ കാക്കണമെങ്കിൽ അരയത്തിമാര് ചാരിത്രം കെടാതെ നോക്കണമെന്നാ. അയ്യോ, ഇപ്പൊ ഇത് കെട്ടുപോയേനെ. പറയാം ചേട്ടാ, ഇതൊന്നും കെടാതെ നോക്കിക്കോട്ടെ. കടപ്പുറത്ത് ഈ കാലത്ത് എവിടുന്നാ മീനെന്നാ? കടപ്പുറത്ത് ഈ കാലത്ത് എവിടുന്ന മീൻ കിട്ടാനാ? എന്ന് വെച്ച് നമ്മുടെ വയറ് കത്തി കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുടിയിലിരിക്കാൻ പറ്റുമോ? എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഓടി നടന്ന കടലും കടപ്പുറമായത്. ഈ കടൽ വിട്ടിട്ട് കടലിൻ്റെ മക്കൾക്ക് ജീവിക്കാൻ പറ്റുമോ? മീനിരിക്കണ ഇടം അറിയണമെങ്കിലേ കടലിൻ്റെ ആഴവും മണവും നിറവും പരപ്പും എല്ലാം അറിയണം. പക്ഷികളെയും നക്ഷത്രങ്ങളെയും മീനിൻ്റെ എരമ്പവും എല്ലാം നോക്കി വേണം മീൻ പിടിക്കാൻ. ഓരോരോ മീൻ പിടിക്കാനേ ഓരോരോ രീതി, ഓരോരോ വലയുവാ. പഞ്ഞിനൂല് കൊണ്ട് വലയുണ്ടാക്കാൻ എൻ്റെ അമ്മാമ്മ ഞാനും പണ്ട് സഹായിച്ചിട്ടുണ്ട്. അന്നേ ഇതുപോലെ ഫൈബറിൻ്റെ ബോട്ടൊന്നുമില്ല. കടപ്പുറത്തുണ്ടാക്കുന്ന ഒറ്റത്തടി വെള്ളത്തെ മീൻ പിടിക്കുന്ന കാണാൻ എന്തൊരു രസമാണ്. എൻ്റെ കെട്ടിയോൻ മീൻ പിടിക്കാൻ പോകുന്നത് വൈകിട്ടാ. കുരിശുവെള്ളിയും കൂട്ടവെള്ളിയും പാതിരാവെള്ളിയും പരൽമീനും എല്ലാം മാനത്ത് കത്തി നിൽക്കുന്നിടത്തോളം കാലം എനിക്കൊരാപത്തും വരത്തില്ലടി എന്ന് അങ്ങാരെപ്പോഴും പറയുമായിരുന്നു.
അങ്ങാർക്ക് മീൻ പിടിക്കാൻ നല്ല വശവാ. പക്ഷെ തിരിച്ച് കുടിയിലോട്ട് വരുമ്പോൾ മീനിൻ്റെ കൂടെ വാറ്റ് ചാരായത്തിൻ്റെ നാറ്റു. പിന്നെ 7 വയറ് നിറയണമെങ്കിലേ ഞാൻ തന്നെ കഷ്ടപ്പെടണം. ഇപ്പം മീൻ മണോ കടൽ കാറ്റും മാത്രം ബാക്കിയായി. വാ, നിങ്ങൾക്കൊക്കെ ഇത് നാറ്റമാണല്ലോ, മീൻ നാറ്റം. മോളിയേ, എടി അമ്മ പോണടി. വാ, കാപ്പി അനത്തി വെച്ചിട്ടുണ്ട്. ഓ, അരിക്കുള്ള വെള്ളം അടപ്പത്തിട്ടേക്കണ്. നീ കടപ്പുറത്ത് എന്തെങ്കിലും മീൻ കിട്ടുമോ നോക്ക്. എന്നിട്ട് അവിടെ കളിച്ചോണ്ട് നിൽക്കരുത്, ഇങ്ങ് പോരണം. അയ്യോ ശരി. ഓ, നേരത്തെ വരാം. ഓ, സ്കൂളിൽ പോകാനാ? എന്നാ ഇളയ പിള്ളേരെ കൊണ്ട് അങ്കൻവാടി വിട്. ഓ, നേരത്തെ വരാടി. ഓ, വാങ്ങിച്ചോണ്ട് വരാം. നീ കഥവളച്ചിട്ട് കയറി കിടന്നോ. ഓ ശരി. അന്നമ്മോ, എടി നേരം പോയല്ല. എടി താമേച്ചി എന്നാ കൊള്ളാവുന്ന മീനെല്ലാം ആണുങ്ങൾ അങ്ങ് കൊണ്ടുപോകും. ശിവക്കിത്തിരി ഒരുക്കം കൂടുതലാണല്ലോ. എന്തരടി, നീ ചന്തയിലോട്ടല്ലേ? വാ. ഇന്നലെ എന്തരായിരുന്നു രാത്രി ഒരു കരച്ചിലും വിളിയെല്ലാം കേട്ടത്? എന്ന് വെച്ചാൽ നിന്റെ കെട്ടിയോ ഇന്നലെയല്ലേ ആദ്യമായിട്ട് കുടിക്കണേ. അവിടെ നിലവിളി. വാ പോവാ. എന്തരെണ്ണ കാലത്തെ ഒരു തട്ടലും മുട്ടലും. നമ്മൾ മീൻ വാങ്ങിക്കാൻ തന്നെ വന്നത്. കൊച്ചിന് അസുഖം കുറവണ്ടാ? ഓ, അവക്ക് വയ്യേ? പനിയാ? ആശുപത്രി കാണിക്കണം, കെട്ട കാലമാണ്. വാ, താമസിച്ചേ ചെല്ലട്ടാ. എടേ, ഇവിടെ നല്ല മീനൊന്നും ഇല്ലേ? ഈ കെട്ട മീനൊന്നും കൊണ്ട് ചെന്നാ കാറി വരുന്ന അമ്മമാര് വാങ്ങിക്കൂലേ? ഓ, നല്ലൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കണ. നമ്മളും കായകൾ തന്നെ തരണേ. നല്ല മീൻ നമുക്കും തരി. ഓ, പച്ചായിലുണ്ടല്ലോ. അത്തിയടെ അപ്പൂ പൊണ്ണം ചൂരാ. എടാ, കയ്യേന്ന് വിടറ. ഈ മീൻ ഞാൻ ഒന്ന് വെച്ചോട്ടെ. ഓ, ഞാൻ കായകൾ വരുമല്ലോ. നീ എന്തിനാണ് എന്നെ കണ്ടിട്ടില്ലാത്ത പോലെ? ഞാനും നിന്റെ അമ്മ ഒന്നിച്ചെന്നല്ലോ കച്ചവടം നടത്തണത്. ഓ, ബാക്കി വൈകിട്ട് കച്ചവടം കഴിഞ്ഞ് പോകുമ്പോൾ തരാം. എടാ, വൈകിട്ട് ഞാൻ ഇതുവഴി തന്നല്ലോ. കർത്താവേ, യവൻ കുറെ കാശ് ഉണ്ടാക്കും. ഇന്നാ മൊത്തം പിടിച്ചോ. പട്ടി, നിന്നെ തള്ള കുനിഞ്ഞേക്ക് വന്ന് ഈ മൊബൈൽ ഫോണിൽ പടം പിടിക്കോടാ. അവന്റെ മൊബൈൽ ഫോണിൽ ശമ്പു. ഇതൊരടി നോക്കിക്കൊണ്ടിരിക്കണം. പിടിച്ചോണം. പാളയത്തോട്ടുള്ള വണ്ടിയായിരുന്നു സാറേ? അല്ലേ, മീൻ വെള്ളമാകുമ്പോ ഇത്തിരി പൂരം നാറും. പിള്ളവരെ ഇത്തിരി അങ്ങോട്ടങ്ങ് മാറി നിന്നാ മതിയല്ല. ഓ, ഇതൊക്കെ കറി വെച്ചും പൊരിച്ചും തിന്നാൻ കിട്ടുമ്പോ നല്ല രുചി. ഇപ്പൊ മീൻ നാറ്റം. മീനിന് പിന്നെ എന്തിനു മുല്ലപ്പൂ മണക്കുവാ? കെട്ടിയെടുപ്പാനെ കൊണ്ട് അവൻ എന്തൊരു പോക്കാണ് പോയത്. എടാ, കാറ് പിടിച്ചു പോവാ. നിന്റെ തന്ത തരുവാ എനിക്ക് കായ്. കാറ് പിടിച്ചു പോവാ. നീ നേരത്തെ വന്നാടി. ഓ, എനിക്ക് ബസ് കിട്ടിയില്ല. വാ സാറേ, വാ സാറേ. നല്ല പെടക്കണ പച്ച മീൻ തരാ സാറേ. നല്ല പെടക്കണ പച്ച മീൻ തരാ സാറേ. അയില, ചൂര, നെത്തോലി. വാ സാറേ, നല്ല പെടക്കണ പച്ച മീൻ തരാ സാറേ. വാ സാറേ. ഇന്നത്തെ കഥ പറ.
അയില തരട്ടാ, ഒരെണ്ണം കൂടുതൽ വെച്ച് തരട്ടാ, മോക്കൊണ്ട് കൊടുക്കണം. ഓ, ഞാൻ തന്നു വിട്ടെന്ന് പറയണം. ഓ, മീനൊക്കെ കുറവ്. ഓ, കൊറോണ ആയതുകൊണ്ട് കടലിൽ പോകാനൊന്നും പാങ്ങില്ല. ആ ശരി. ആ വാ സാറേ, വാ സാറേ, നല്ല പിടക്കട വച്ച മീൻ തരാം സാറേ. ഇന്നത്തെ കഥ പറയും, ഇന്നത്തെ കഥ പറയുന്ന മീൻ. വാ സാറേ, സാറേ, സാറേ വാ സാറേ, പച്ചച്ചൂര തരാം സാറേ. വാ സാറേ, സാറേ വാ, വാ, ഇത് തരാം. അയ്യോ സാറേ, ഈ ചൂര 100 രൂപയ്ക്ക് കിട്ടൂല, പച്ച ചൂരയാണ്. വാ, അവൻ തരുമെങ്കിൽ സാർ അവിടെ പോയി വാങ്ങിച്ചോളണം. അത് കെട്ട മീനാണ്, ലോക്ക്ഡൌണിന് മുമ്പേ ഉള്ള മീനാണ്. സാറ് പോയി വാങ്ങിച്ചോളണം. ഓ, വാങ്ങിച്ചോണം. വാ വാ, അവനാകുമ്പോ തരാം. വാ, അവനാകുമ്പോ കുടുംബം നോക്കണമെന്നല്ല, അവന് പളവളപ്പുള്ള ഷർട്ട്, മുണ്ട്, വണ്ടി, എന്നിട്ട് നേരത്തെ വന്ന് കൊള്ളാവുന്ന സ്ഥലത്ത് കയറിയങ്ങിരിക്കും. എന്നിട്ട് കായ്കൾ കുറച്ച് മീൻ കൊടുക്കും. നമ്മളിവിടെ കുത്തിയിരുന്ന് ഈച്ച അരിക്കണതും കൊതുകടി കൊള്ളണതും തന്നെ മിച്ചം. മൂത്രമൊഴിക്കാൻ പാങ്ങില്ലാതെ അടിവേറ് പെരുവണത് തന്നെ മിച്ചം. ചന്തയിലെ മൂത്രം വരെയാ. പുള്ളി ഒന്ന് കയറി നോക്കണം, ഒരു തുള്ളി വെള്ളം വരൂല ആ പൈപ്പിൽ നിന്ന്. മൂത്രം പോലെ. എടാ ഇവിടോട്ട് കൊണ്ടുവന്ന് ചവറ് തട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടാടാ. ഓ, എന്നെ ഉച്ചിയിലോട്ടങ്ങ് തട്ട്. മാസാമാസം പിരിവിനെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഏമാൻ വരണുണ്ടല്ലോ. നീ വരട്ടെ, ഞാൻ കാണട്ടെ. അതാ കണ്ടിട്ടിപ്പോൾ എന്തെടുക്കാനാണ്. നാട്ടിൽ മൊത്തം മഴ നിർത്താൻ, രസിച്ച് കുളിക്കാൻ വെള്ളത്തിൻ്റെ പാർക്ക്, നീന്തക്കുളം, എന്തിനെല്ലാം ഉണ്ട്. മീൻ ചന്തയിലെ പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരില്ല. ഞങ്ങളുടെ കയ്യും തലയും മുല എല്ലാം അങ്ങ് മീൻ നാറട്ട്. ഞങ്ങൾക്ക് മീൻ നാറ്റം. ഞങ്ങൾക്ക് എന്തൊരു ഇത്തിപ്പൂരം നല്ല വെള്ളം കുടിച്ചൂടെ? ഞങ്ങൾക്ക് ഇത്തിപ്പൂരം നല്ല വെള്ളത്തിൽ കുളിച്ചൂടെ? ഞങ്ങൾക്ക് മീൻ നാറ്റം. ഇത് മീൻനാറ്റമല്ലല്ലോ, മത്സ്യഗന്ധമാണ്. മത്സ്യഗന്ധിയായ സത്യവതിയുടെ കഥ നിങ്ങൾക്കറിയാമോ? സത്യവതി ഒരു കടത്ത് തോണിക്കാരിയായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം സത്യവതി തോണി തുഴയുകയായിരുന്നു. തോണിയിലിരുന്ന വയസ്സൻ മുനിക്ക് സത്യവതിയിൽ വല്ലാത്തൊരു താല്പര്യം. അവളുടെ മത്സ്യഗന്ധം അയാളെ വല്ലാതെ ഭ്രമിപ്പിച്ചു അത്രേ. ഒടുവിൽ ആ തോണിയിൽ വെച്ച് തന്നെ അവളെ പ്രാപിക്കാൻ മുനി തീരുമാനിച്ചു. അതിനായി അയാൾ മൂടൽ മഞ്ഞുകൊണ്ടൊരു മറയുണ്ടാക്കി.
മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് ഉള്ളൂർ ചന്തയിൽ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് മീൻകാരി ഫ്ലോറയെ 3 മുനിമാർ ഒരുമിച്ച് പ്രാപിച്ചതുപോലെ ഒരോലക്കീറിൻ്റെ പോലും മറ അവർക്ക് അന്ന് വേണ്ടായിരുന്നു. ഒരു മീൻനാറ്റവും പ്രശ്നമല്ലായിരുന്നു. മീൻനാറ്റം. കടല് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കടൽപ്പന്നികൾ കിഴക്കോട്ടോടി മറയുന്നുണ്ട്. കടപ്പുറത്തെ മണലിന് ഇളക്കം കൂടുതലുണ്ടോ? തോണി ഇറക്കുന്നതിന് മുൻപ് എൻ്റെ കെട്ടിയോ അതെല്ലാം നോക്കിയിരുന്നു. ഒരു പന്തികേടുമില്ലാത്ത ദിവസമായിരുന്നു. അഗാധമായ കടലിനെ കൈവെള്ളയിൽ ഒതുക്കിയവൻ, അഗാധമായ കടലിനെ കൈവെള്ളയിൽ ഒതുക്കിയവൻ, കാലത്തിനും കടലിൻ്റെ താളത്തിനുമൊപ്പം മീൻ പിടിക്കുന്നവൻ, കടലിൻ്റെ താളത്തിനൊപ്പം പങ്കായം തിരിക്കുന്നവൻ, കടലിൻ്റെ താളത്തിനൊപ്പം പങ്കായം തിരിക്കുന്നവൻ, റോളർ ബോട്ടുകളുടെ പരക്കം പാച്ചിലിന്റെ ആഴമറിയാതെ കടലിന്റെ ആഴങ്ങളിലേക്ക്
പണ്ട് പണ്ട് കടല് നിറച്ച് മീനായിരുന്നു. പഞ്ഞി പോലെ തിളങ്ങുന്ന മീനുകൾ, തൊട്ടാൽ തൊട്ടാൽ കൈതറിക്കുന്ന മീനുകൾ. മീനിനായി ചന്തയും ഹാർബറും തേടി നടക്കേണ്ടിയിരുന്നില്ല. കടപ്പുറത്തെ മീൻ തന്നെ വിൽക്കാവുന്നതിലധികമായിരുന്നു. കടപ്പുറത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അമ്മ നടന്ന് നടന്ന് രാവിലെ ചന്തയിൽ കൊണ്ടുപോയി മീൻ വിൽക്കും. ഞങ്ങൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ വരവും കാത്തു നിൽക്കും. അരിയും പയറും പഴവും പച്ചക്കറികളുമായി അമ്മയുടെ കുട്ട നിറഞ്ഞിരിക്കും. അന്നത്തെ അധ്വാനത്തിന് നല്ല പ്രതിഫലമുണ്ടായിരുന്നു. അന്ന് കടലിൽ ചീറിപ്പായുന്ന ട്രോളർ ബോട്ടുകളില്ലായിരുന്നു. ട്രോളർ വലകൾ കടലമ്മയുടെ നെഞ്ച് കീറിയെടുത്തിരുന്നില്ല. വിദേശ കപ്പലുകൾ കടലമ്മയുടെ ഗർഭപാത്രം ചുരണ്ടിയെടുത്തിരുന്നില്ല. അന്നമ്മ, എടി നീ അറിഞ്ഞ നമ്മുടെ കടപ്പുറത്ത് തുറമുഖം വരാൻ പോണെന്ന്? എടി ശോശാമ്മ, നീ അറിഞ്ഞ നമ്മുടെ കടപ്പുറത്ത് തുറമുഖം വരാൻ പോണെന്ന്? വലിയ വലിയ ഹോട്ടലുകളെല്ലാം ഉണ്ടാവുമെന്ന്. നമ്മുടെ അരയന്മാർക്ക് ഹോട്ടലിലെല്ലാം ജോലി കിട്ടുമെന്ന് നീ അറിഞ്ഞ? ആൻ്റപ്പ ചേട്ടാ, ഇനി പുതിയ ജോലിയെല്ലാം കിട്ടുമല്ലോ. കടലിനും കടപ്പുറത്തിനും ഇടയിൽ വലിയ മതില് വരുമെന്നാ? കടലിലും കടപ്പുറത്തിനും ഇടയിൽ വലിയ മതില് വരുമെന്നാ? അപ്പൊ തോണി എങ്ങനെ ഇറക്കും? കടലില്ലാതെ തോണി ഇറക്കാൻ പറ്റുമോ? നക്ഷത്രങ്ങളെ നോക്കി യാത്ര ചെയ്യാൻ പറ്റുമോ? മീനിന്റെ കലവില കേൾക്കാൻ പറ്റുമോ? വഞ്ചി നിറച്ച് മീൻ പിടിക്കാൻ പറ്റുമോ? വേറൊരു തുറ പോയാൽ ഈ കടല് നമുക്ക് കിട്ടുവാ? വേറൊരു തുറ പോയാൽ ഈ കടല് നമുക്ക് കിട്ടുവാ? കടലിലെ മീൻ തീർന്നാലും കടല് വറ്റിയാലും, കടലിലെ മീൻ തീർന്നാലും കടല് വറ്റിയാലും ഈ മീൻ നാറ്റം മാറുക. കടലിലെ മീൻ തീർന്നാലും കടല് വറ്റിയാലും ഈ മീൻ നാറ്റം മാറുക.
തട്ടിയെടുക്കുന്ന സ്ഥിതിക്ക് ഇനി ഈ മത്സ്യഗന്ധമാണ് എൻ്റെ പ്രതീക്ഷ. കടപ്പുറം കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് മീനിനൊപ്പം ഈ മത്സ്യഗന്ധികൾ എന്നിട്ട് ഈ കടപ്പുറം മുഴുവൻ അച്ഛനാരെന്നറിയാത്ത അക്ഷരാഭ്യാസമില്ലാത്ത കുഞ്ഞു വ്യാസന്മാരും, ഈ കടപ്പുറം മുഴുവൻ അച്ഛനാരെന്നറിയാത്ത അക്ഷരാഭ്യാസമില്ലാത്ത കുഞ്ഞു വ്യാസന്മാരും. എന്താ എന്താ മുടിയഴിച്ചിട്ടിരുന്ന് കടപ്പുറത്ത് എന്തെടുക്കുകയാണെന്നോ? ഞാനോ? ട്രോളർ ബോട്ട് ഇടിച്ചു കൊന്ന എൻ്റെ അരയനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? ട്രോളർ വലകൾ കൊന്നു നശിപ്പിച്ച കുഞ്ഞു മീനുകൾക്ക് ജീവൻ വെപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? വിദേശ കപ്പലുകളിൽ നിന്നും വെടിയേറ്റ് മരിച്ച അരയന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? മുടിയഴിച്ചിട്ടിരുന്ന് ഞാൻ കടപ്പുറത്ത് എന്തെടുക്കുകയാണ്? അരയത്തി മുടിയഴിച്ചിട്ടിരുന്നാൽ കടലമ്മ കോപിക്കുമത്രേ. അരയത്തി മുടിയഴിച്ചിട്ടിരുന്നാൽ കടലമ്മ കോപിക്കുമത്രേ. എങ്കിൽ 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 എൻ്റെ ഈ മുടി ഇനി അഴിഞ്ഞു തന്നെ കിടക്കട്ടെ. കടലമ്മ കോപിക്കട്ടെ. ഈ മുടി അഴിഞ്ഞു തന്നെ കിടക്കട്ടെ. കടലമ്മ കോപിക്കട്ടെ. ട്രോളർ ബോട്ടുകളെയും വിദേശ കപ്പലുകളെയും ട്രോളർ ബോട്ടുകളെയും വിദേശ കപ്പലുകളെയും എല്ലാം 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 മറിച്ചിടട്ടെ. മീൻനാറ്റം. ഈ മീൻനാറ്റം എൻ്റെ കുട്ടയിൽ നിന്നല്ല. അത് കടൽ ചീയുന്ന നാറ്റമാണ്. ട്രോളർ വലകൾ കൊന്നുകളഞ്ഞ കുഞ്ഞു മീനുകളുടെ നാറ്റമാണ്. മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിയുന്ന നാറ്റമാണ്. മീൻനാറ്റം. ഈ മീൻനാറ്റം എൻ്റെ കുട്ടയിൽ നിന്നല്ല. അത് കടൽ ചീയുന്ന നാറ്റമാണ്. ട്രോളർ വലകൾ കൊന്നുകളഞ്ഞ കുഞ്ഞു മീനുകളുടെ നാറ്റമാണ്. മത്സ്യഗന്ധികളുടെ സ്വപ്നം. മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിയുന്ന നാറ്റം. ഈ മീൻനാറ്റം. ഈ മീൻനാറ്റം എൻ്റെ കുട്ടയിൽ നിന്നുള്ള മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിയുന്ന നാറ്റം.